സംസ്ഥാന സർക്കാരുമായുള്ള ചർച്ചകളിലും പരിഹാരമില്ലാത്തതിനെ തുടർന്ന് സമരം കടുപ്പിക്കാനൊരുങ്ങി സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും. 22 മുതൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. വിദ്യാർത്ഥി കൺസെഷൻ വർധനയടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബസ് ഉടമകളുടെ ന്യായമായ ആവശ്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കണമെന്നും ഇതിൽ സർക്കാർ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നുമാണ് ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ സെൻട്രൽ കമ്മിറ്റി അംഗമായിട്ടുള്ള കെ ഗിരീഷ് ഇപ്പോൾ നമ്മളോടൊപ്പം ചെയ്യുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നേരത്തെയും സമരം ചെയ്തിരുന്നു, പക്ഷേ അതിൽ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കപ്പെട്ടില്ല. വീണ്ടും സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വീണ്ടും സർക്കാരിനോടും ജനങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത്? ഞങ്ങൾ ജൂലൈ 22 മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ മുന്നോടിയായി ജൂലൈ 8 മുതൽ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. അന്ന് ഞങ്ങൾ വിശദമായ രീതിയിൽ സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അതിനുശേഷം സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി കേട്ടു. പക്ഷെ മറുപടി മാത്രം വന്ന് തൃപ്തികരമായില്ല. ഒന്ന്, വിദ്യാർത്ഥികളുടെ ചാർജ്. വിദ്യാർത്ഥികൾ ഇന്ന് കൊടുക്കുന്ന 1 രൂപയാണ്. ആ 1 രൂപയ്ക്ക് ഇന്ന് ഭൂമിയുടെ മുകളിൽ എന്താണ് ലഭിക്കുന്നത്? ഒരു കുട്ടി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയത് മുതൽ അവന്റെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നവരെ അവൻ സ്വകാര്യ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. എത്ര പൈസയാണ് ആ വിദ്യാർത്ഥി കൊടുക്കുന്നത്? കഴിഞ്ഞ ദിവസം മന്ത്രി പറയുകയുണ്ടായി 5 ലക്ഷം പേർക്ക് KSRTC പാസ് കൊടുക്കുന്നുണ്ടെന്ന്. എവിടുന്ന് കൊടുക്കുന്നതെന്ന് നമുക്കറിയില്ല. 5 ലക്ഷം കുട്ടിയാണോ കേരളത്തിൽ പഠിക്കാൻ പോകുന്നത്? കുട്ടികളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അവന്റെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കും വരെ അവൻ വിദ്യാർത്ഥിയാണ്. ആ രീതിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥി ചാർജ് വർദ്ധിപ്പിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത്രയ്ക്ക് പ്രശ്നത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. വിദ്യാർത്ഥികളുടെ പ്രശ്നം മാത്രമല്ല, ഞങ്ങൾ ഉന്നയിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ തൊഴിലാളികളുടെ പ്രശ്നം കൂടി സർക്കാരിന്റെ ശ്രദ്ധയിൽ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ഈ തൊഴിലാളികൾക്കെതിരെയുള്ളൊരു മനോഭാവമാണ് സ്വീകരിക്കുന്നത് എന്നൊരു നിലപാട് നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പൊ സർക്കാർ കൈകൊണ്ടിട്ടുള്ളത്. കാസർഗോഡ് മംഗലാപുരം റൂട്ടില് 72 സ്വകാര്യ ബസ്സുകൾ ഓടിക്കൊണ്ടായിരുന്നു. ആ 72 ബസ്സും കർണാടകവും കേരള KSRTCയും കൊണ്ടുപോയ ശേഷം ആ തൊഴിലാളികൾക്ക് ഇത് ബീവറേജിൽ ജോലി കൊടുക്കുക, KSRTCയിൽ കഴുകുന്ന ജോലി കൊടുക്കുക, KSRTC ജോലി കൊടുക്കുക എന്ന് പറഞ്ഞ് അന്ന് എടുത്തത്. പക്ഷെ ഇന്ന് വരെ ഒരാൾക്ക് ജോലി കൊടുത്തെന്ന് സർക്കാർ പറയട്ടല്ലോ. അപ്പൊ തൊഴിലാളികൾക്ക് വിരുദ്ധമായിട്ടാണ് ഇന്ന് 7000 ബസ്സുകളാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ. ആ 7000 ബസ്സിലേണ്ട തൊഴിലാളികളെ അവസ്ഥ നോക്ക്. ബാക്കിയുള്ള തൊഴിലാളികളുടെ ജോലി എന്തായി? ഈ ഒരു ബസ് ഓടിക്കുമ്പോൾ സർക്കാരിന് വരുന്ന ചെലവ് എന്ത്? ഒരു പേപ്പറിന് 5500 രൂപ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. ഏതിന്? പെർമിറ്റിന്റെ പേപ്പറിന് 5500 ഫീസ് അടക്കണം. ബാക്കി ആ ബസ് ഇറങ്ങുമ്പോൾ 40 ലക്ഷം രൂപയോളം ചെലവ്. ആ 40 ലക്ഷം രൂപ മുടക്കുന്നത് ആ ഉടമയാണ്. ബസ് ഉടമയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ബസ്സിന് കൊടുക്കുന്ന ആനുകൂല്യം ഒന്ന് പറഞ്ഞാൽ നല്ലത്. ആ ബസ് ഓടാൻ തുടങ്ങിയ ശേഷം വീണ്ടും പ്രശ്നങ്ങളാണ്. ഒളി ക്യാമറ വെച്ച് പിടിക്കലും. 1 ലിറ്റർ ഡീസൽ അടിക്കാൻ 35 രൂപയാണ് സർക്കാരിന് നികുതിയായിട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാർ 35 രൂപ. 2 ഗവൺമെന്റുകൾ ഈ ബസ് ഉടമകളുടെ കയ്യിൽ നിന്ന് കൊള്ളയടിക്കുന്നത്. ടാറ്റ, ബിർള, അംബാനി, അദാനിന്റെ രൂപത്തിലാണ് ഞങ്ങളെ കാണുന്നത്. ഞങ്ങൾ വെറും ബസ് ഓപ്പറേറ്റർമാരാണ്. ബസ് ഉടമയല്ല. ഉടമയെന്ന് വിളിക്കുന്ന നാട്ടുകാരാണ്, ഞങ്ങളല്ല. അത് ഞങ്ങൾക്ക് അടിമയെ ചുമക്കുന്ന ഒരു ഉടമയായി ഞങ്ങൾ മാറിയിരിക്കുകയാണ്. ഈ കേരളത്തിന്റെ ജീവനാഡിയാണ് സ്വകാര്യ ബസ് മേഖല. ഓരോ വർഷം കഴിയുന്തോറും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ബസ് ഉടമകളും ഓപ്പറേറ്റർമാരും കടന്നു പോകുന്നത്. ഇനിയും അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ വ്യവസായം തന്നെ ഇല്ലാണ്ടാകും. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.